സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് വേടന്റെ വിയർപ്പ് തുന്നിയിട്ട പാട്ടിന് വിലക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയെ പറ്റി പറയാനായിട്ടാണ്. അതായത് സംഭവം നടക്കുന്നത് ചെങ്ങന്നൂര് കാരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടുത്തെ ക്ഷേത്രോത്സവത്തിന്റെ ഒരു പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേടന്റെ പാട്ട് പാടാനായിട്ട് കൊച്ചിൻ തരംഗ് ബീച്ചിലെ ഗായകര് തുടങ്ങിയപ്പോൾ അതിന്റെ സംഘാടകര് ആ സ്റ്റേജിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇവന്റെ പാട്ട് ഇവിടെ പാടാൻ സമ്മതിക്കത്തില്ല, അത് പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മെഴുകലുകളൊക്കെ നടന്നു. അങ്ങനെ ആ കൊച്ചിൻ ബീറ്റ്സിന്റെ കൊച്ചിൻ തരംഗ് ബീറ്റ്സിന്റെ ആ ഒരു അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ആ ഒരു ഗായക സംഘം പിന്നീട് ആ പാട്ട് പാടാതെ വിടുകയാണ് ചെയ്തത്. അവർ ജസ്റ്റ് ആ പാട്ടം തുടക്കം വെച്ചപ്പോൾ തന്നെ ഇവർ കയറി ഇടങ്കോലിട്ട് ആ പാട്ട് നിർത്തിച്ചു. എന്താണ് സംഭവം? വേടനെ പോലെ ഒരാളുടെ പാട്ട് പാടിപ്പിക്കില്ല. എന്താണ് റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ വേടന്റെ പാട്ട് പാടിപ്പിക്കില്ല. എനിക്ക് ഇതിൽ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ക്ഷേത്രങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് അല്ലെ ക്ഷേത്രങ്ങളുടെ ഒരു മേലധികാരം എന്ന് പറയുന്നത് ഇടതുപക്ഷം വലതുപക്ഷം ഇതിനപ്പുറത്തേക്ക് മാറി BJPക്ക് ആയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും കാവിക്കളസവൽക്കരണം നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിൽ ഓം എന്ന് എഴുതിക്കൊണ്ട് ഒരു കാവിക്കളസം കെട്ടിത്തൂക്കുന്നു. അത് ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അത് വെച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രവേശനം ഫ്രീ എൻട്രി ആയിട്ട് ഇവരങ്ങോട്ടേക്ക് കയറുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ആചാരങ്ങളും അവരെല്ലാം മാറ്റിക്കൊണ്ട് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ആളുകളെ അവിടത്തേക്ക് പ്രതിഷ്ഠിക്കുകയും അല്ലെ അവിടേക്ക് നയിക്കുകയും അല്ലെ അവരെ പ്രതിനിധീകരിക്കാനായിട്ട് അവിടേക്ക് അവർ അപ്പോയിന്റ് ചെയ്യുകയും പിന്നീട് അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ ഈ സംഘി കുട്ടന്മാരെല്ലാം കൂടി കിടന്ന് കളിക്കുന്ന കളികളുമൊക്കെയാണ് ഇപ്പം നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ പാട്ട് അവിടെ പാടാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ആ വേദിയിലേക്ക് കയറിയതും അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയതും. വേടൻ എന്തിനു വേണ്ടിയാണ് സംസാരിച്ചത്? വേടൻ എന്തിനു വേണ്ടിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ നിലകൊണ്ടിട്ടുള്ളത്. ഇന്നും വേടൻ നിലകൊള്ളുന്നത് അടിച്ചമർത്തപ്പെട്ട ആളുകൾക്കും നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്കും ശബ്ദമില്ലാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ശബ്ദമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തലുകളുടെ ഇരയാക്കപ്പെട്ട് ഒരു രീതിയിലും പ്രതികരിക്കാനായിട്ട് സാധിക്കാത്ത, പ്രതികരിക്കാൻ കഴിവ് പോലും ഇല്ലാതെ വരുന്ന, ആ ഒരു കഴിവിന് പോലും ഒരു അംഗീകാരം കൊടുക്കാത്ത ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്കാണ് വേടന്റെ ശബ്ദം, വേടന്റെ പാട്ടുകൾ വന്ന് അലയടിക്കുന്നത്. ആ വേടന്റെ പാട്ടുകൾ വരുമ്പോൾ തന്നെ ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദമായിട്ട് തന്നെയാണ് വേടനെ എല്ലാ ആളുകളും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടനോട് ഒരുപാട് ആളുകൾക്ക് ഒരു വിമുഖതയും ദേഷ്യവും പല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പറയാനുള്ളത് വെട്ടി തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വേടൻ ഈ റാപ്പ് എന്ന് പറയുന്ന ഒരു സംഗീതത്തിനെ ചൂസ് ചെയ്തതും അതിനുവേണ്ടി തന്നെ വേടൻ ആ റാപ്പ് എന്ന് പറയുന്ന ഒരു കലയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് സംഭവം എന്നുള്ളതിന്റെ വാർത്തയൊന്ന് കണ്ടു നോക്കാം. വേടന്റെ പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ട് എല്ലാവരും അത് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച. ഇത് കണ്ടതിന് ശേഷം വേടന് പറയാനുള്ള കാര്യങ്ങളോട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെന്നു പാട്ട് നിർത്തിച്ചു. കണ്ടില്ലേ, വേടന്റെ പാട്ട് പാടണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പാടണ്ടെങ്കിൽ പാടണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേറെ പാട്ടുകൾ പാടാനായിട്ട് പോകുന്നത്. വേറൊരു വീഡിയോ കൂടി ഉണ്ട്, അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. വേടന്റെ പാട്ട് സംസ്കാരത്തിന് യോജിക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് പാടിക്കാനായിട്ട് അവർ സമ്മതിക്കാഞ്ഞത്. എന്ത് സംസ്കാരമാണ്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്ത് സംസ്കാരമാണ് വേടന്റെ പാട്ട് കൊണ്ട്, എന്ത് സംസ്കാരമാണ് അവിടെ ഇല്ലാതാവുന്നത്? പുതിയൊരു സംസ്കാരം അവിടെ ഉടലെടുക്കുകയല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ തന്നെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സംഘികളുടെ അടിമയാക്കപ്പെട്ട് സംഘികൾ നൽകുന്ന ഗോമൂത്രവും ചാണകവും ഒക്കെ മൃഷ്ടാനം ഇങ്ങനെ ഭോജിക്കുന്ന ആളുകൾക്ക് വേടനെ ഒരു വിരോധാഭാസമായിട്ടും വേടൻ കാണിച്ചു വെക്കുന്ന ഒരു വിരോധാഭാസമായിട്ടും വേടനൊരു വിരോധിയായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ തോന്നിയേക്കാം.
തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, ചരിത്ര രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് എന്താണോ ഇൻജെക്ട് ചെയ്തിരിക്കുന്നത്, ആ ഇൻജെക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവർ സംസാരിക്കുകയുള്ളൂ. എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ നല്ലതാണെന്ന് അറിഞ്ഞാലും, എത്ര സമൂഹം നല്ലതാണെന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ ഉള്ളിൽ വേടന്റെ ജാതി പ്രശ്നമാണ്, രാഷ്ട്രീയം പ്രശ്നമാണ്, മതം പ്രശ്നമാണ്, നിറം പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്നുള്ളൊരു കാര്യമാണ്. ഈ പാട്ട് ഇപ്പൊ MG ശ്രീകുമാറോ അല്ലെങ്കിൽ യേശുദാസോ ഒക്കെ ഒരു പാടിയ പാട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പാട്ടുകൾ അവർ സുഖമായിട്ട് അവിടെ പാടിപ്പിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാടിയത് കൊണ്ടല്ല ഇവർക്ക് പ്രശ്നം. വേടൻ എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവൻ പാടിയത് കൊണ്ടും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ടുമാണ് ഇവർക്ക് ഈ രീതിയിലുള്ള പ്രശ്നം. ചിന്തിക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണക്കാരൻ്റെ ചിന്തയിൽ, അല്ലെ സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ പാട്ട് അവിടെ പാടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് അവർ അവിടുന്ന് നിർത്തലാക്കി പോവുകയാണ് ചെയ്തത്. എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങളിത് ചെയ്തത് കൊണ്ട് എന്താണ് നേടിയത്, അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വേടൻ്റെ പാട്ട് ഈ ലോകത്തുള്ള ആരും കേൾക്കില്ലെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലെ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആർക്കും താല്പര്യമില്ലാതായി പോകുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരിക്കലുമല്ല. നിങ്ങളുടെ ചിന്താഗതികളൊക്കെ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയൊക്കെ മാറിയിരിക്കുന്നു, അല്ലെ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ഘോര പ്രസംഗം നടത്തുകയാണ്. ഇവിടെ ഈ ജാതിയില്ല, മതമില്ല, ജാതിയുടെ അതിർവരമ്പുകളില്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോലും ജാതിയുടെ ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ അറിയാത്തതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു മൂഢമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റണം. അത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ നടക്കുന്ന അനീതികളും ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും ഒക്കെ അറിയാനും അതിനെതിരെ പ്രതികരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ കൺമുൻപിൽ കാണുന്നതാണ് ലോകം, അത് മാത്രമാണ് ലോകം, അത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടക്കിണറ്റിലെ തവളയുടെ അതേ അവസ്ഥ തന്നെയാണ്. കാരണം ആ തവളയ്ക്ക് അതിന് പുറത്തേക്ക് ഒരു ലോകം അറിയില്ല, ആ ലോകം അത് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയും താൻ കിടക്കുന്നതാണ് ഏറ്റവും വലിയ സുഖകരമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെ താൻ കിടക്കുന്ന ലോകത്തിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല എന്നത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ലോകം അതാണ്. എന്ന് പറയുന്നത് പോലെ സംഘികൾ ഇവർ കിടക്കുന്ന ഒരു ലോകം, ഇവരുടെ ഒരു ചട്ടക്കൂട്, അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാണ്ട് ശ്രമിക്കുന്നുമില്ല. ഇനിയോട്ട് ശ്രമിച്ചാൽ ഇവരെ ആരും ഇവരുടെ മൂത്ത സംഖ്യകളൊന്നും സമ്മതിക്കത്തുമില്ല എന്നുള്ളത് വേറെ വസ്തുതയാണ്. എന്ന് ഇവരതൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നോ അന്ന് മാത്രമേ ഇവർ റിയലൈസ് ചെയ്യുള്ളൂ എന്താണ് സംഭവം എന്നും എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും. അപ്പം അങ്ങനെ വേടൻ ഈ പറയുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ വേടൻ പാടുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് വേടനെ പിന്തുണയ്ക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ കാണുമെന്നുള്ളത് നമുക്കിവിടെ വീണ്ടും എടുത്ത് പറയാം. അപ്പം ഞാൻ വേടൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞത് തൻ്റെ സോഷ്യൽ ക്രിമിനലും തെരുവിൻ്റെ മകനുമെല്ലാം എൻ്റെ ജീവിതം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വേടൻ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഞാനത് എന്റെ സ്റ്റോറി ഇച്ചിരിയും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണം എന്നുള്ള എന്റെ ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് തെരുവിന്റെ മൂന്ന് സോഷ്യൽ ക്രിമിനലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടും എന്റെ ജീവിതം അങ്ങനെ തന്നെ എഴുതിയാക്കുന്ന രണ്ട് പാട്ടുകളാണ്. രണ്ട് പാട്ടുകൾ എനിക്ക് സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ക്രിമിനല് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ആണ്. ഒന്നാമത്തെ കാര്യം അതിനകത്ത് എന്റെ അമ്മേനെ കുറിച്ചൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് കൂടി ഞാൻ ആദ്യം ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു പാട്ടിനകത്ത് ഉപയോഗിച്ചത് സോഷ്യൽ ക്രിമിനലിനകത്ത്. അത് തുടങ്ങുന്നത് ക്രിമിനൽ, സോഷ്യൽ ക്രിമിനൽ. എനിക്ക് ആദ്യം അത് ഭയങ്കര ഇത് മലയാളികൾ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങനെ അധികം കേട്ട് സുപരിചിതമല്ലാത്തൊരു സാധന. വല്ലപ്പോഴൊക്കെയാണ് പഴയകാല പാട്ടുകളൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ വന്നാക്കുന്നത്. മറ്റേ ബാഗി ജീൻസും പാന്റും ടൗണിൽ ചുറ്റി നടക്കാം, അങ്ങനത്തെ പഴയ പാട്ടുകൾക്ക്. പിന്നെ മറ്റേ മീശ പദവർക്ക് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ആ ഒരു നമ്മൾ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ മലയാളത്തിനകത്ത് പാട്ടിൽ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആണത്.
കണ്ടില്ലേ? സോഷ്യൽ ക്രിമിനലും തെരുവിന്റെ മകനുമൊക്കെ തന്റെ ജീവിതകഥയായിരുന്നു. അതാണ് താൻ പാട്ടാക്കിയതെന്നാണ് വേടൻ പറയുന്നത്. ഇതുതന്നെയാണ് വേടനെ മറ്റുള്ള റാപ്പേഴ്സിൽ നിന്നും മറ്റുള്ള ഗായകരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നതും. അതായത് തന്റെ മുൻപിൽ കാണുന്നതും താൻ അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഒരു കവിതാ രൂപേണ മറ്റുള്ള ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയും തന്തയ്ക്ക് പ്രക്കാഴിക്കെതിരെയും ജന്മിത്തത്തിനെതിരെയും ഒക്കെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് വേടൻ അവലംബിച്ചിട്ടുള്ളത്. ആ രീതിയിൽ വേടൻ മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് വേടനോട് ഇത്ര വിമുഖത? ഇന്ന് ഈ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ പണ്ട് ജന്മിമാരായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഞങ്ങളെ കഴിഞ്ഞിട്ട് മതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് ചിന്തിക്കുന്ന ആ ജന്മി സ്വഭാവം മനസ്സിലുള്ള ആളുകളായിരിക്കണം. ഈ രണ്ട് കൂട്ടം ആളുകൾക്ക് മാത്രമേ വേടനോട് വിരോധമുള്ളൂ. എന്നാൽ അടിച്ചമർത്തലുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് പോലും വേടനോട് വിരോധമുണ്ടാവില്ല. ഞാൻ പലപ്പോഴും വേടൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടിച്ചമർത്തലുകൾ ഏതൊക്കെ രീതിയിൽ വരാം നമുക്കറിയാം. ഒന്ന് ജാതിയുടെ പേരിൽ വരാം, മറ്റൊന്ന് മതത്തിന്റെ പേരിൽ വരാം, മറ്റൊന്ന് രാഷ്ട്രീയത്തിന്റെ പേരിൽ വരാം, മറ്റൊന്ന് നിറത്തിന്റെ പേരിൽ വരാം, മറ്റൊന്ന് പണത്തിന്റെ പേരിലോ സ്വാധീനത്തിന്റെ പേരിലോ എല്ലാം വരാം. ഒരാളുടെ മേല് വേറൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അതൊരു തരത്തിലൊരു അടിമത്തം തന്നെയാണ്. അത് എന്തുമായിക്കോട്ടെ, എന്ത് രീതിയിലാണോ ഒരാളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണോ ഒരാളെ നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നത്, അതെല്ലാം ഒരു അടിമത്തം തന്നെയാണ്. അത് അടിമത്തം ഏൽക്കുന്നത് ആ ഓപ്പോസിറ്റ് ഏൽക്കുന്ന ആൾക്കായിരിക്കും. നമ്മൾ വലിയ ഒരു ഉദ്യോഗസ്ഥനെ പോലെ, അല്ലെങ്കിൽ വലിയൊരു മേലധികാരിയെ പോലെ, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു അധികാരവർഗം, ജന്മി കുടിയാൻ ബന്ധം എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷെ അടിച്ചമർത്തലുകൾ ഏൽക്കപ്പെടുന്ന വ്യക്തിക്ക് അറിയാം അതിൻ്റെ വേദനകൾ. ആ വേദനകൾക്ക് വേണ്ടിയിട്ട് തന്നെ, അല്ല ആ വേദനകൾക്കെതിരെയാണ് വേടൻ സംസാരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ സൊസൈറ്റിയിലുള്ള പിള്ളേരെല്ലാം എല്ലാം അറിഞ്ഞ് വളർന്ന് ജീവിച്ചു വരണം. അവരുടെ ഉള്ളിലെ ജാതി, മതം, വർണ്ണം, വിവേചനം ഇതൊന്നും കുത്തിക്കയറ്റാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ടുള്ള റാപ്പുമായിട്ട് വേടൻ രംഗത്തേക്ക് വരുന്നത്. ഇനിയും വേടന് കൊടുക്കാനുള്ള പിന്തുണ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. ഈ ചെങ്ങന്നൂരുള്ള ആളുകൾ ഈ പാട്ട് നിർത്തിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് വേടന്റെ സ്വീകാര്യതയ്ക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. വേടൻ ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ടുള്ള ഒരു ഗായകനാണ്. അതുകൊണ്ട് തന്നെ നീയൊക്കെ പാട്ട് നിർത്തിച്ചത് കൊണ്ട് ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.